നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്വന്തം വീട്ടുകാരുടെ പോലും പിന്തുണയില്ലാതെയാ ലച്ചു ഇവിടെ വന്ന് കയറിയത്. ലച്ചുവിന് പോകാനും ഒരു സ്ഥലവും ഇല്ല. അതുകൊണ്ട് കാണേണ്ട കാഴ്ചകൾ കണ്ടും കേൾക്കേണ്ട സത്യങ്ങൾ കേട്ടും വേണം ഇവിടെ പിടിച്ചു നിൽക്കാൻ. ദക്ഷമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീയൊരു പാവം കുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ പറയുന്നത്. നിന്റെ ഭർത്താവിനെ കൈമോശം വരാതെ നോക്കാൻ കഴിഞ്ഞാ നീ ജയിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇതൊക്കെ പറയാനാണോ വന്നത്? ഞാൻ ഈ വീട്ടിലെ മരുമോളാം. എനിക്ക് ഇങ്ങനെയുള്ള സംസാരമൊന്നും കേൾക്കണ്ട. ഗ്രാമത്തിൽ നിന്ന് വന്ന പാവ ഒരു പെണ്ണാ നീ. ഉള്ളിൽ പകയും വെച്ച് പുറമേ ചിരിക്കാൻ നിനക്കറിയില്ല. ഇത് കാപ്പട്യക്കാരുടെ ലോകമാണ്. നീ ചേച്ചിന്ന് വിളിക്കുന്ന സഞ്ജുവിന്റെ മുറപ്പെണ്ണ് എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? നീ അത് അന്വേഷിച്ചിട്ടുണ്ടോ? ചേച്ചിയുടെ ഭർത്താവ് വിദേശത്താ. അതാ ചേച്ചി ഇവിടെ വന്ന് നിൽക്കുന്നേ. ചേച്ചിയുള്ളത് എനിക്കൊരു കൂട്ടാ. അവളുടെ ഭർത്താവിന് വീടില്ലേ? എന്തിനവൾ അമ്മയുടെ തറവാട്ടിൽ വന്ന് നിൽക്കണം? അവളുടെ അച്ഛനും അമ്മയും ഒരു വലിയ വീട്ടിൽ കഴിയാം. അവൾ അവർക്ക് ഒരേ ഒരു മോളും. പെരുവണ്ണാപുരത്ത് അമ്മയെ സാക്ഷി നിർത്തിയ ഈ താലി നിന്റെ കഴുത്തിൽ വീണത്. ജീവൻ കളഞ്ഞിട്ടാണേലും ഈ താലി നീ സംരക്ഷിക്കണം. ഇത് ഞാൻ നിന്നോട് പറഞ്ഞതല്ല, എന്റെ അമ്മ നിന്നോട് പറയാൻ പറഞ്ഞതാ. ആർക്കും ആരും ശത്രുക്കളല്ല കുട്ടി. സാഹചര്യമാണ് ശരിക്കുള്ള വില്ലൻ. എല്ലാം കഴിഞ്ഞില്ലേ? പിന്നെ എന്തിന്റെ പേരില്ല നീ ഈ വീടിന്റെ പടി കയറിയത്? ഞാൻ വന്നത് അലസിപ്പോയ ബന്ധങ്ങളുടെ വിഴുപ്പലക്കാനല്ല. എനിക്കതിനോട് ഒട്ടും താല്പര്യവുമില്ല. ദക്ഷ വന്നത് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനാ. എന്നെ വിളിച്ചിട്ടാ ദക്ഷ വന്നത്. നീയുമായി എന്ത് ബിസിനസ്സാ ഞങ്ങൾക്കുള്ളത്? പണിക്കരോട് സംസാരിക്കാനല്ല ഞാൻ വന്നത്. അതിന് നിങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? നീ എന്താ നോക്കി നിൽക്കുന്ന? വീട്ടിലൊരു അതിഥി വന്നാൽ ചായ കൊടുക്കണമെന്ന് അറിയില്ലേ? അവൾ ഈ വീടിന്റെ മരുമകളല്ലേ കവിത? ഒരു സെർവന്റിനെ പോലെയാണോ സഞ്ജു താലി കെട്ടിയ പെണ്ണിനോട് നീ പെരുമാറുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ബിസിനസ്സുമായി ബന്ധപ്പെട്ട വല്ല കാര്യമാണെങ്കിലേ ഓഫീസിൽ വരണം. നിന്റെ തുക്കട ഓഫീസിൽ ദക്ഷ വരേണ്ട കാര്യം എന്താ? നമ്മൾ തമ്മിലുള്ള ബന്ധം കച്ചവടത്തിൻ്റെതാ. ഞങ്ങൾ നിങ്ങളുടെ 25% ഷെയർ വാങ്ങിയത് ലാഭം ലക്ഷ്യം വെച്ച് തന്നെയാണ്. കല്യാണ മഹോത്സവത്തിനിടയിൽ അതൊക്കെ അങ്ങ് മറന്നുപോയി. ഷെയർ മാർക്കറ്റൊന്നും കാണുന്നില്ലേ? അതിനുള്ള അവസ്ഥയിലല്ല നീ എന്ന് എനിക്കറിയാം. എന്നെ കേട്ടോ, ഷെയർ മാർക്കറ്റിൽ മംഗലശ്ശേരി ഗ്രൂപ്പ്സിന് വൻ ഇടിവ വന്നിരിക്കുന്നത്.
വർമ്മ സാർ വിളിച്ചിരുന്നു. ഞങ്ങളുടെ നഷ്ടം നികത്തി നിങ്ങളെ നിലനിർത്താൻ ഞങ്ങൾ തയ്യാറാ. അതിന് നിങ്ങൾ 25% ഷെയർ കൂടി ഞങ്ങൾക്ക് തരണം. കാര്യങ്ങൾ ഞാനിപ്പോ ചുരുക്കി പറയാം. മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ പകുതി ഷെയർ വാങ്ങി കമ്പനിയിൽ ഞങ്ങൾക്ക് പങ്കാളിത്തമുണ്ടാകണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഷെയർ നിങ്ങൾക്ക് വാങ്ങാം. അതും ഞങ്ങൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക്. നിങ്ങളെന്താ പക തീർക്കണോ? എന്തു പക? നീ ഒരു ബിസിനസ്സുകാരനല്ലേ? മോക്ഷം കിട്ടാനാണോ നീ ബിസിനസ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്ട് അതുപോലെയൊക്കെ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങൾക്ക് ചെറിയൊരു സമയം തരണമെന്നാ. നിങ്ങൾ വാങ്ങിയ ഷെയർ ഞങ്ങൾ തിരിച്ചെടുത്തോളാം. കൊള്ളാം. അപ്പച്ചിയാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയും. മംഗലശ്ശേരി ഗ്രൂപ്പ്സിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഷെയർ മാർക്കറ്റിലെ ഇടിവും കുതിപ്പൊക്കെ പുതിയ കാര്യങ്ങളൊന്നുമല്ല. ഇതിന്റെ പേരിൽ എന്നെ തകർത്ത് കളയുന്നൊന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ 25% ഷെയർ തിരിച്ചെടുക്കാനുള്ള ആസ്തിയൊക്കെ എനിക്കുണ്ട്. എന്നാ നീ അങ്ങനെ ചെയ്യ്. ഞങ്ങൾക്ക് ഈ കുരുക്കിൽ നിന്നും തലയൂരി പോയാ മതി. എന്ത് വാങ്ങുന്ന കാര്യം ചേച്ചി പറയുന്നേ? നിനക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. അവളെ ഒരു മണ്ടിയാക്കി വെച്ചിരിക്കുകയാണല്ലേ? ആ, അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം. സഞ്ജുവേട്ടന് ദോഷം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. എന്തോ വാങ്ങിയതിന്റെ പൈസ തരാനുണ്ടെന്ന് മാത്രമേ എനിക്കറിയാവൂ. ലച്ചു, നീ മിണ്ടാതാകത്തേക്ക് കയറിപ്പോ. അറിയാത്ത കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു. സഞ്ജുവേട്ടന് എന്തെങ്കിലും ദോഷം വന്നാ ഞാൻ ഈ വീട്ടിലേക്ക് മരുമകളായി വന്നതുകൊണ്ടുള്ള ദോഷാണെന്ന് എല്ലാവരും പറയില്ലേ? നിന്നോട് കേറി പോവാനാ പറഞ്ഞത്. ദക്ഷമേ, സഞ്ജുവേട്ടന് ഒരു ദോഷവും വരുത്തല്ലേ. ലച്ചു നിക്ക്. ലച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം പോകുന്നു. കാരണം എന്റെ അമ്മയുടെ മനസ്സിൽ ലച്ചുവിന്റെ സ്ഥാനം എന്നേക്കാളും വലുതാ. സങ്കടപ്പെടണ്ട കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എനിക്ക് വേണ്ടി, ദേ ഈ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ലച്ചു പ്രാർത്ഥിക്കും. അമ്മ ലച്ചുവിനെ കാണാൻ വാശി പിടിക്കുക. അതിനെന്താ, ദക്ഷമ്മ മുത്തശ്ശി ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. ഞങ്ങളുമായിട്ടുള്ള ഈ വഴക്കും തീരുമല്ലോ. ലച്ചുവിനും വരാം ദക്ഷയുടെ വീട്ടിലേക്ക്. ലച്ചുവിന് വേണ്ടി വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.